ദൂരെ നിന്ന് രേണു വരുന്നത് കാണുമ്പോഴേ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നവർ പതിയെ മാറിപ്പോകും. കാരണം ആരെന്ത് സംസാരിച്ചുകൊണ്ടിരുന്നാലും അതിനോട് ബന്ധപ്പെട്ട് അവളുടെ ജീവിതത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അവൾ. ഇങ്ങനെ അമിതമായി സംസാരിക്കുന്നതുകൊണ്ട് അവൾ മുഖാന്തരം പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വാതോരാതെ സംസാരിക്കുമ്പോൾ അവളുടെ വാ കഴിക്കാറില്ലേ എന്ന് പലപ്പോഴും ആളുകൾ കളിയാക്കി പറയാറുണ്ട്. എന്നാൽ താൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നോ ഇല്ലയോ എന്നല്ല, അവൾ ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു തീർക്കും. ഇവളുടെ ഈ സ്വഭാവം കാരണം അവളുടെ സുഹൃത്തുക്കൾ പോലും ഇപ്പോൾ അവളുടെ അടുക്കലേക്ക് വരാറില്ല. നാം ജോലി ചെയ്യുന്നിടത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാമും ഇങ്ങനെ സംസാരിക്കുന്നവരായിരിക്കും. എവിടെ എന്ത് പറയണമെന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കേൾക്കേണ്ട ഇടത്ത് ശ്രദ്ധയോടെ കേൾക്കണം, സംസാരിക്കേണ്ട ഇടത്ത് സംസാരിക്കണം. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. അതുമാത്രമല്ല, മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അതിനാൽ നമ്മുടെ സംസാരത്തിൽ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം.